നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ പല രീതിയിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഫോണിൽ സ്റ്റോറേജ് കുറവാണെന്ന് കരുതി നമ്മൾ ചില ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് ശേഷം നോക്കി ആ ഒരു ആപ്പ് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഏതായിരുന്നു എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ നമ്മളെ സഹായിക്കും. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോർ നമുക്ക് കാണിച്ചു തരും. ഞാനത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് കണ്ടു വെക്കുക. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെന്ന് കുറേ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ ഒന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കുക. പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന പ്രൊഫൈൽ വലതുഭാഗത്തുള്ള ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് മാനേജ് എന്നുള്ള ഓപ്ഷനും ഓവർ വ്യൂ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ കാണുന്ന ഈ മാനേജ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഈ ഓപ്ഷൻസുകൾക്ക് ഏറ്റവും ആദ്യത്തിൽ കാണുന്ന ദിസ് ഡിവൈസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കാണും. ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ മറന്നു പോയാൽ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഒഴിവാക്കിയ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഈ ഫോൺ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന അന്ന് മുതലുള്ള എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഞാനിവിടെ 2 വർഷം മുമ്പ് ഉപയോഗിച്ച ആപ്പുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ നമ്മൾ ഏത് വർഷം മുതലാണോ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നത് ആ മെയിൽ ഐ ഡിയിലാണ് ഇത് സേവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇത് വീണ്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്പിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സാധാരണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ആപ്പ് നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അവസാനം കാണുന്ന ഈ ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് നമുക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയ ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ആപ്പുകളൊക്കെ ഉണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിക്കകത്താണ് ഇത് കാണുക. മെയിൽ ഐ ഡി ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണും. അതിൽ ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ മെയിൽ ഐ ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ, നേരത്തെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.